ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഗായ്സ് കാസർഗോഡ് ജില്ലയിലെ കോട്ടഞ്ചേരി എന്ന പ്രദേശം. ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് ഗൈസ്. അവിടെ മുകളിലോട്ട് പോകുമ്പോൾ ചെറിയൊരു അരുവിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും വരണം. അവിടെ വേനൽക്കാലത്ത് നല്ല കരിഞ്ഞു നിൽക്കുന്ന പുല്ല് കാണാൻ പറ്റും. പച്ച പുല്ല് കാണണമെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് വരണം. അവിടെ ചെറിയൊരു മഴ പെയ്തിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അതിൻ്റെ വ്യൂ കിട്ടും. നല്ലൊരു കോടപ്രദേശമാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും അങ്ങനത്തെ കുറേ പേരും കൂടി വന്നതാണ്. അപ്പോൾ അവിടെ മൊത്തം മരങ്ങളാണ് ഗൈസ്. ഇവിടെ മഴ പെയ്തപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി ഒഴുകിയൊരു ഉറവയാണ് ഗൈസ് ഇത്, ഈ അരുവി. അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളങ്ങനെ ടോപ്പിലേക്ക് പോവുക സീനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും കോടയിങ്ങനെ അസിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയൊരു മഴ പെയ്തു, അതിനകത്ത് ഞങ്ങളെല്ലാം നനഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ മൊത്തം പുല്ലും പാറയും ഒക്കെ കൂടിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ വ്യൂ. നിങ്ങൾ എന്തായാലും വരണം ഗൈസ്. ഞങ്ങൾ രണ്ടാമത്തെ മഴ പെയ്തപ്പോഴേക്കും അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ കയറിയിരുന്നു. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കൊക്കയാണ്. അപ്പോൾ ഇവിടെ വേനൽക്കാലത്ത് വന്നാൽ നമുക്ക് ഇവിടുത്തെ കൊക്കയെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ മഴക്കാലത്ത് വന്നാൽ ഇവിടെ കോടയും പച്ചപ്പുല്ലും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ഇതാണ് ഗൈസ് ചെറിയൊരു കുളമാണ് ഗൈസ് അവിടുത്തെ. വേനൽക്കാലത്തും മഴക്കാലത്തും ഒന്നും പറ്റൂല. അത് മഴക്കാലത്ത് വന്നപ്പോഴാണ് ഗൈസ് ഇങ്ങനെ പൊട്ടി ഒഴുകിയത് ഉറവ. അപ്പോൾ ഇതാണ് ഗൈസ് കോട. രണ്ടാമത്തെ മഴ കഴിഞ്ഞിട്ട് കോട വന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുപ്പായി. പിന്നെ കുറേ ഫോട്ടോ എടുത്തു, നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ അനിയത്തി എന്തിനോ കിട്ടിയെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അനിയത്തി പറഞ്ഞത് അവിടെ ഒരു കിളിക്കൂട് ഉണ്ടെന്നാ. അപ്പോൾ അനിയത്തി എന്തോ വായിൽ വെക്കുന്നൊക്കെ ഉണ്ട്. ഊട്ടിയത് തണുപ്പ് പോലെയാണ് ഗൈസ്. മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും റെയിൻകോട്ട് എടുത്തുകൊണ്ട് വരണം. ഓണം മഴ പെയ്ത് അവിടെ തോട്ടപ്പുഴി വീഴുന്നു. ഞങ്ങൾക്ക് കുറേ തോട്ടപ്പുഴിൻ്റെ കടിയെല്ലാം കിട്ടി. അപ്പോൾ ഇവിടെ കാട്ടാനയും കാട്ടുപന്നിയും ഇറങ്ങുന്ന സീസണിൽ ഇവിടെ ആരെയും കയറ്റി വിടാറില്ല. അപ്പോൾ ഇതാണ് ഗൈസ് അവിടുത്തെ കാറ്റ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ റെയിൻകോട്ടൊക്കെ പറന്നു പോയി. അപ്പോൾ അതെടുക്കാനൊക്കെ പോയി. ഇവിടെ നമുക്ക് കൊട്ടാരം കെട്ടാൻ പറ്റും ഗൈസ്. ആ കൊട്ടാരത്തിന് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കെട്ടുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കസിൻ ബ്രദേഴ്സ്. എനിക്ക് 3 കസിൻ ബ്രദേഴ്സ് ഉണ്ട്. അപ്പം മൊത്തം കോടയാണ് ഗൈസ്. കോടയും കാറ്റും വന്നപ്പോഴേക്കും കോട നമ്മുടെ മേത്തോട്ട് അടിക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഞങ്ങൾ കാറി അലറിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ നായ്ക്കുട്ടി. ഇവൻ്റെ പേര് കണ്ണൻ എന്നാണ്. അവൻ്റെ ഒരു ഫോട്ടോ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കസിൻ ബ്രദേഴ്സ്. ഇതാണ് ഗൈസ് കോട അടിക്കുന്നത്. ഇതാണ് ഗൈസ് ആ കൊട്ടാരം കല്ലും കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയത്. എല്ലാവരും വരുമ്പോഴും അത് മാറ്റിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന രീതിയിൽ അവർ വെക്കും. അപ്പോൾ ഞങ്ങൾ കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. അപ്പോൾ ബൈ ബൈ.